Hi everyone, welcome to the next and new video of All in One. Today we will learn all 12 tenses and its examples. First, let's get familiar with this table. First column represents serial number, second one represents tense, that is present, past and future. Third column represents simple form of the tense. The next column represents the continuous form of the tense, and next column represents perfect form of the tense, and the last column represents perfect continuous tense of all tenses. നമുക്കിനി പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ ഫോമിന് ഉദാഹരണം നോക്കാം. ഐ ലവ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഐ ലവ്, വി ലവ്, യു ലവ്, ദേ ലവ്. ഇനി ഇവിടെ സബ്ജക്റ്റ് ഐക്കോ വിക്കോ യുവിനോ പകരം ഹി എന്നോ ഷീ എന്നോ ഇറ്റെന്നോ ആണ് വരുന്നതെങ്കിൽ വെർബിനോട് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് പറയണം. ഉദാഹരണങ്ങൾ നോക്കാം. ഹി ലവ്സ്, ഷീ ലവ്സ്, ഇറ്റ് ലവ്സ്. അടുത്തതായി പ്രസൻറ്റ് ടെൻസിലെ കണ്ടിന്യൂസ് ഫോം നോക്കാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉദാഹരണം ഐ ആം ലവിങ്. അപ്പോൾ സബ്ജക്റ്റ് ഐ, ആം എന്ന ഓക്സിലിയറി വെർബ് ചേർത്തു, ലവ് എന്ന വെർബിനോട് ഐ എൻ ജിയും കൂടി ചേർത്തു. അപ്പോൾ ഐ ആം ലവിങ്. സബ്ജക്റ്റ് ഐക്ക് പകരം വി, യു, ദേ എന്നിവയാണെങ്കിൽ വാക്യം ഇങ്ങനെയാകും: വി ആർ ലവിങ്, യു ആർ ലവിങ്, ദേ ആർ ലവിങ്. സബ്ജക്റ്റ് ഐ, വി, യു, ദേ എന്നിവയ്ക്ക് പകരം ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് എന്നാണ് വരുന്നതെങ്കിൽ വാക്യം എങ്ങനെയാകും? ഹി ഈസ് ലവിങ്, ഷീ ഈസ് ലവിങ്, ഇറ്റ് ഈസ് ലവിങ് എന്നായി മാറും. അടുത്തതായി പ്രസൻറ്റ് ടെൻസിലെ പെർഫെക്റ്റ് ഫോമിന് ഉദാഹരണം നോക്കാം. ഐ ഹാവ് ലവ്ഡ്. സബ്ജക്റ്റ് ഐ, ഹാവ് എന്നത് ഓക്സിലിയറി വെർബ്, ലവ് എന്ന വെർബിൻ്റെ തേർഡ് ഫോം, അതായത് പാർട്ടിസിപ്പിൾ രൂപം ലവ്ഡ്. സബ്ജക്റ്റ് ഐക്ക് പകരം വി, യു, ദേ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാലും ഇവിടുത്തെ ഫോം എങ്ങനെ തന്നെയാണ്? ഐ ഹാവ് ലവ്ഡ്, വി ഹാവ് ലവ്ഡ്, യു ഹാവ് ലവ്ഡ്, ദേ ഹാവ് ലവ്ഡ്. ഐ, വി, യു, ദേ എന്നീ സബ്ജക്റ്റുകൾക്ക് പകരം ഹി എന്നോ ഷീ എന്നോ ഇറ്റെന്നോ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫോം എങ്ങനെയാകും? ഹി ഹാസ് ലവ്ഡ്, ഷീ ഹാസ് ലവ്ഡ്, ഇറ്റ് ഹാസ് ലവ്ഡ് എന്ന് ആകും. അടുത്തത് പ്രസൻറ്റ് ടെൻസിലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഉദാഹരണം ഐ ഹാവ് ബീൻ ലവിങ്. സബ്ജക്റ്റിനോടൊപ്പം ഹാവ് ബീൻ എന്ന് ചേർത്ത് വെർബിൻ്റെ ഐ എൻ ജി ഫോമും കൂടി എഴുതിയാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രൂപമായി. സബ്ജക്റ്റ് ഐക്ക് പകരം വി, യു, ദേ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായാലും ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി തന്നെയാണ് അതിൻ്റെ രൂപം. എന്നാൽ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഹാസ് ബീൻ എന്ന് ചേർത്ത് വെർബിൻ്റെ ഐ എൻ ജി ഫോമും കൂടി എഴുതേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ടെൻസായ പാസ്റ്റ് ടെൻസിൻ്റെ സിമ്പിൾ ഫോം എന്താണ്? അതിനൊരു ഉദാഹരണം ഐ ലവ്ഡ്. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് രൂപം. ഇനി സബ്ജക്റ്റ് ഐക്ക് പകരം വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാലും വെർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് രൂപം എഴുതിയാൽ മതി. മിക്കവാറും കേസുകളിൽ ഒരു വെർബിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് രൂപം എന്ന് പറയുന്നത് ആ വെർബിനോട് ഇ ഡി ചേർക്കുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ അല്ലാത്തതും വരും. അതിനൊരു ഉദാഹരണമാണ് ഐ സോ. സി എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപം ഏതാണ്? സോ ആണ്. അതുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. അതിനൊരു ഉദാഹരണം
ഐ വാസ് ലവിങ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ, ഹി, ഷീ, ഇറ്റ് മുതലായ സബ്ജക്റ്റുകൾക്കൊപ്പം വാസ് എന്ന ഓക്സിലറി വെർബും വെർബിൻ്റെ ING ഫോമുമാണ് എഴുതേണ്ടത്. എന്നാൽ വി, യു, ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ വേർ എന്ന ഓക്സിലറി വെർബും വെർബിൻ്റെ ING ഫോമും ആണ്. അപ്പോൾ വാക്യങ്ങൾ ഇങ്ങനെയാകും: ഐ വാസ് ലവിങ്, ഹി വാസ് ലവിങ്, ഷീ വാസ് ലവിങ്, ഇറ്റ് വാസ് ലവിങ്, വി വെയർ ലവിങ്, യു വെയർ ലവിങ്, ദേ വെയർ ലവിങ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ പെർഫെക്റ്റ് ടെൻസ് രൂപം നോക്കാം. എക്സാമ്പിൾ: ഐ ഹാഡ് ലവ്ഡ്. ഐ എന്ന സബ്ജക്റ്റിനോട് ഹാഡ് എന്ന ഓക്സിലറി വെർബ് ചേർത്തിട്ട് വെർബിൻ്റെ V3 രൂപം എഴുതുന്നു. സബ്ജക്റ്റ് ഏത് തന്നെയായാലും, അതായത് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇവയിൽ ഏത് വന്നാലും സബ്ജക്റ്റിനോടുകൂടി ഹാഡ് എഴുതി വെർബിൻ്റെ V3 എഴുതിയാൽ എന്ത് കിട്ടും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് രൂപം കിട്ടും. പാസ്റ്റ് ടെൻസിലെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനൊരു ഉദാഹരണം ഐ ഹാഡ് ബീൻ ലവിങ്. സബ്ജക്റ്റിനോട് ഹാഡ് ബീൻ ചേർത്ത് വെർബിൻ്റെ ING രൂപം എഴുതിയാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രൂപം കിട്ടും. ഇതിൽ സബ്ജക്റ്റ് ഏത് തന്നെയായാലും ഐ, വി, യു, ദേ, ഷീ, ഹി, ഇറ്റ് എന്നിവയോടൊപ്പം ഹാഡ് ബീൻ ചേർത്ത് വെർബിൻ്റെ ING ഫോം കൂടി എഴുതണം. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ സിമ്പിൾ ടെൻസ് രൂപം നോക്കാം. എക്സാമ്പിൾ: ഐ ഷാൽ ലവ്. സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി ആയിരിക്കുമ്പോൾ ഷാൽ എന്ന സഹായക്രിയ എഴുതി ഒരു വെർബിൻ്റെ ബേസ് രൂപം എഴുതുമ്പോൾ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ കിട്ടും. അതേസമയം സബ്ജക്റ്റ് യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയായിരിക്കുമ്പോൾ ഷാൽ എന്ന സഹായക്രിയയ്ക്ക് പകരം വിൽ എന്ന സഹായക്രിയ ചേർത്ത് വെർബിൻ്റെ ബേസ് രൂപമാണ് എഴുതേണ്ടത്. പക്ഷേ ഐ, വി എന്നിവയ്ക്കൊപ്പം ഷാലിനു പകരം വില്ലോ അല്ലെങ്കിൽ യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയ്ക്കൊപ്പം വില്ലിനു പകരം ഷാലോ ഉപയോഗിച്ചാൽ അതൊരു ഉറച്ച പ്രഖ്യാപനമാകും. അതും കൂടി ഓർത്തിരിക്കുക. അതിനൊരു ഉദാഹരണം കൂടി പറയാം. ഐ ഷാൽ മേരി യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കും. പക്ഷേ ഐ വിൽ മേരി യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥമായിരിക്കും കിട്ടുന്നത്. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതിന് ഉദാഹരണം ഐ ഷാൽ ബി ലവിങ്. സബ്ജക്റ്റ് ഐക്കൊപ്പം ഷാൽ ബി ചേർത്ത് ലവ് എന്ന വെർബിൻ്റെ ING ഫോമും കൂടി എഴുതി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ, വി എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പം ഐ ഓർ വി ഷാൽ ബി ലവിങ് എന്നും ഹി, ഷീ, ഇറ്റ്, ദേ, യു എന്നീ സബ്ജക്റ്റിനൊപ്പം വിൽ ബി ലവിങ് എന്നും ചേർക്കണം. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. എക്സാമ്പിൾ: ഐ ഷാൽ ഹാവ് ലവ്ഡ്. സബ്ജക്റ്റ് ഐക്കൊപ്പം ഷാൽ ഹാവ് ചേർത്ത് ലവ് എന്ന വെർബിൻ്റെ V3 ഫോം എഴുതി. ഓർക്കേണ്ട കാര്യം ഐ, വി എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പം ഷാൽ ഹാവ് ചേർത്ത് ഒരു വെർബിൻ്റെ V3 ഫോമാണ് എഴുതേണ്ടത്. മറ്റ് സബ്ജക്റ്റുകൾക്കൊപ്പം, അതായത് യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നീ സബ്ജക്റ്റുകളാണെങ്കിൽ വിൽ ഹാവ് എഴുതി വെർബിൻ്റെ V3 ഫോമാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് ടെൻസിലെ തന്നെ ഏറ്റവും അവസാനത്തേതും വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉദാഹരണം നോക്കാം. ഐ ഷാൽ ഹാവ് ബീൻ ലവിങ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഐ, വി എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പം ഷാൽ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഐ ഓർ വി ഷാൽ ഹാവ് ബീൻ ലവിങ്. ഇനി സബ്ജക്റ്റ് ഐയോ വിയോ അല്ലാതെ യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയിൽ ഒന്നാണ് വരുന്നതെങ്കിൽ വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്ന് ആകും.